ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 13-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുവചനത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. ഇതിനെക്കുറിച്ച് വളരെ ആത്മാർത്ഥതയോടെ ചിന്തിക്കണം എന്ന്. അതിൽ ആദ്യത്തെ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചെറിയ തോതിൽ ചിന്തിച്ചു, വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും. ഇന്നേ ദിവസം നമ്മൾ സ്നേഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് അയച്ചത്. പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് വിശുദ്ധ കുർബാനയായി ഇന്ന് നമ്മളോട് കൂടിയായിരിക്കുന്ന ഈശോ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച് ഈ പീഡകൾ മുഴുവൻ സഹിച്ചപ്പോൾ എന്തുമാത്രം പാടുപീഡകൾ സഹിച്ചു എന്ന് ആലോചിക്കുക. അപ്പോൾ പിതാവ് തൻ്റെ പുത്രനെ ഇത്രമാത്രം പീഡകൾക്ക് വിട്ടുകൊടുത്തു, നമ്മളോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി. ഒരുവൻ പോലും നഷ്ടപ്പെടാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മളൊക്കെ രക്ഷ പ്രാപിച്ചോ? അതാണ് ചിന്തിക്കേണ്ടത്. കർത്താവ് പരിശുദ്ധ രക്തം കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയവരാണ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ സ്റ്റാൻഡ് എവിടെയാണ്? കർത്താവുമായിട്ട് നമ്മളുടെ ബന്ധം എങ്ങനെ നിൽക്കുന്നു? അത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ശരിയായ അവസ്ഥയിൽ ഈശോയുമായിട്ട് വളരെ വ്യക്തിപരമായ ഒരു ബന്ധത്തിലാണോ നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. വിശ്വാസം കർത്താവ് ദാനമായി നൽകിയതാണ്. ഈ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണ് കൂദാശകളിലൂടെയും അതുപോലെ തന്നെ അനുദിന പ്രാർത്ഥനകളിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനകൾ അങ്ങനെയെല്ലാം നമ്മൾ ഈശോയുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് വളരേണ്ടവരാണ്. നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടവരാണ്. അത് നമുക്ക് പ്രത്യാശ ഉണ്ടാവണം, നിത്യജീവനെക്കുറിച്ചുള്ളൊരു പ്രത്യാശ. ഈ വിശ്വാസവും പ്രത്യാശയും ഒരുമിച്ച് ചേരുന്നത് അവിടെയാണ് ഈശോയുടെ പരിശുദ്ധ സ്നേഹം ഒഴുകിയിറങ്ങുന്നത്. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. വിശ്വാസം കർത്താവിൻ്റെ ദാനമാണ്. നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. അതിൻ്റെ 15-ാം അധ്യായം 15-ാം അധ്യായത്തിലെ 16-ഉം 17-ഉം തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അയച്ചിരിക്കുക. നമ്മുടെ ദൈനംദിനമായ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് പിതാവ് നടത്തിത്തരും, ഒരു സംശയവും വേണ്ട. നമ്മൾ ഈശോയോട് കൂടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ സ്വർഗം ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നമുക്കില്ലാത്തതും അതല്ലേ? സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയാണ് നമുക്കൊക്കെ കൂടുതലുള്ളത്, ശരിയല്ലേ? നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. മറ്റുള്ള ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വേദനിക്കുമ്പോൾ ആ വേദനയോടുകൂടി സഹകരിക്കാനും ആ വേദനയെ കണ്ടെത്തി അതിനെ ഒരു പരിഹാരം കണ്ടെത്താനും നമുക്ക് പലപ്പോഴും സാധിക്കും. പക്ഷെ നമ്മൾ കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കി കളയുക ചെയ്യുന്നു, ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെയ്യാൻ പറ്റുന്ന നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുമ്പോൾ ഈശോ നമ്മളോട് പരസ്പരം സ്നേഹിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മളിതൊക്കെ ചിന്തിക്കണം. അവിടെയാണ് ഈ പറഞ്ഞ പോലെ വിശ്വാസം വർദ്ധിക്കുന്നതും നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടാകുന്നതും നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതും. ഈശോയുടെ സ്നേഹവുമായി നമ്മൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇതെല്ലാം ഒരുമിച്ച് പോകുന്നത്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ ഈ സ്നേഹത്തിൻ്റെ പരിപൂർണത നമ്മൾ കാണുന്നുണ്ട്. അത് പുതിയ ഉടമ്പടിയിലാണ്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പുതിയ ഉടമ്പടി. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു.
ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്നും ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് നമ്മൾ കാണുന്നത്. ഇത് അവിടുത്തെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതാണ് നമ്മൾ അനുദിനം ബലിയർപ്പിക്കുക ചെയ്യുന്നത്. അതിലേക്കാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്, ബലിയർപ്പണത്തിലേക്ക്. അതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ പൂർണ്ണത ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ, വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മളിലേക്ക് കടന്നു വരുവാനും നമ്മളോട് കൂടി ആയിരിക്കുവാനും ഒത്തിരി ആഗ്രഹിക്കുന്നു. അത് നമ്മൾ അതിവിശുദ്ധമായിട്ട് വേണം. ഞാനിപ്പോൾ അമേരിക്കയിലായിരുന്നപ്പോൾ ഞാൻ കാണുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമായ കാര്യങ്ങളാണ്. ചില വിവാഹത്തിൻ്റെയൊക്കെ ആഘോഷ പരിപാടികളിൽ മദ്യപിച്ചിട്ട് പിറ്റേ ദിവസവും പോയിട്ട് നാക്ക് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അനേകരാണ് ഇവിടെ കാണാനുള്ളത്. അനേകർ വിശുദ്ധ കുർബാന എന്താണ് എന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടല്ലേ അത്. ചിലർ രോഗികളായതിനും ചിലർ മരണപ്പെട്ടതിനും ഒക്കെ കാരണം ഇത് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അപ്പോൾ വിശുദ്ധിയോടുകൂടി അല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളിലുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് വസിക്കാൻ തക്ക വിധത്തിൽ പാകപ്പെടുത്തിയെടുക്കണം. എത്ര പാകപ്പെടുത്തിയാലും അത് പൂർണ്ണതയിലേക്ക് എത്തില്ല. എങ്കിലും ഈശോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് കുമ്പസാരം എന്നൊരു കൂദാശ സ്ഥാപിച്ചു. ആ കൂദാശയിലൂടെ കടന്നു പോകാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. ഈശോയുടെ പരിശുദ്ധമായ സ്നേഹമാണ് വിശുദ്ധ കുർബാന. ഈശോയുടെ ശരീരവും രക്തവുമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം? നമ്മൾ മടങ്ങി വരണം. നമ്മുടെ പാപകരമായ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മൾ തിരിച്ചു വരണം. ഒരു തിരുവചന ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനങ്ങൾ, ധൂർത്തപുത്രൻ്റെ ഉപമയാണ് അത് മുഴുവൻ വായിക്കുന്നില്ല. 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാം. ധൂർത്തപുത്രൻ പിതാവിൻ്റെ സ്വത്ത് വാങ്ങിച്ചു പോയി. അവൻ കള്ളും കുടിച്ചു പെണ്ണും പിടിച്ചു തോന്നിവാസം ജീവിച്ചിട്ട് അവന് ഭക്ഷണം പോലും കിട്ടാവുന്നൊരു പന്നിക്കൂട്ടിൽ പന്നി തിന്നുന്ന ഭക്ഷണമെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അവന് സുബോധമുണ്ടായത്. അവിടെ തൊട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുമ്പസാര എന്ന കൂദാശ, നമ്മൾ കുമ്പസാരക്കൂടിനോടടുത്ത് നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ വിശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കർത്താവായ ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളെ കെട്ടിപ്പിടിക്കാനും കെട്ടിപ്പുണരാനും നമ്മളെ ചേർത്ത് വയ്ക്കാനും നമ്മളോട് കൂടി ആയിരിക്കുവാനും അത്രമാത്രം ആഗ്രഹത്തോടു കൂടി അവിടെ ഇരിക്കുക. നമുക്കൊന്ന് കടന്നു ചെന്നാലോ? ചിന്തിക്കണം. നമ്മുടെ നിത്യത നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് വലിയ ആണ്ടിയാത്രമൊക്കെ നടത്തി കുറേ ആൾക്കാരെയും വിളിച്ച് തീറ്റയെ കൊടുത്തുകൊണ്ടൊന്നും ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടത് നമ്മൾ അധ്വാനിക്കണം. അല്ലാതെ വേറെ യാതൊരു എളുപ്പ വഴികളുമില്ല. അപ്പോൾ
അതിനുവേണ്ടി ഇന്നു മുതൽ നമുക്ക് അധ്വാനിക്കാം. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും, സംശയമൊന്നും വേണ്ട. അടുത്ത നിമിഷം ഞാനുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് മരിച്ചാൽ ഞാൻ എവിടെയായിരിക്കും ചിന്തിക്കുക. ഇവിടെയൊക്കെ സ്ഥലം മേടിച്ച് ലക്ഷക്കണക്കിന് രൂപയും മുടക്കി നമ്മൾ സ്ഥലം മേടിച്ച് നമ്മളെ കുഴിച്ചിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പട്ടിയും പൂച്ചയും കുഴിച്ചിടുന്ന പോലെയൊക്കെ തന്നെയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മുടെ ആത്മാവിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയണം. നിത്യതയിലേക്ക് ആത്മാവിനെ നമുക്ക് കർത്താവ് നൽകിയതാണ്. തിരിച്ച് നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വിശുദ്ധി വേണം, വിശുദ്ധമായി ജീവിക്കണം. എന്നാൽ മാത്രമേ സാധിക്കൂ. നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തെയും സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.